ടെമോൻ്റെ ഫ്രീ ഗിഫ്റ്റ് വീഡിയോനെ കുറിച്ച് കുറേ റീലും പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ വിചാരിച്ച് തട്ടിപ്പായിരിക്കും, വെറുതെ പറയുന്നതായിരിക്കുന്നു. അപ്പോൾ 5 ഫ്രീ ഗിഫ്റ്റ് കിട്ടുമെന്നാണ് ടെമോ ഓഫർ ചെയ്തത്. അപ്പോൾ ആ 5 ഫ്രീ ഗിഫ്റ്റിന് വേണ്ടി അവളെ ഫോണിൽ ടെമോ ഇൻസ്റ്റാൾ ചെയ്ത് 5 ഗിഫ്റ്റ് അവൾ ഓർഡർ ചെയ്ത്. വേറെ പൈസ കൊടുത്തിട്ട് ഒരു സാധനവും നമ്മൾ വാങ്ങിയിട്ടില്ല. വെറും ഈ ഒരു 5 ഫ്രീ ഗിഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടെമോയിൽ. അപ്പോൾ അതിൽ കൂടെ 5 ഗിഫ്റ്റ് ഓർഡർ ചെയ്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മളെ ഗിഫ്റ്റ് ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഉള്ള ഓപ്ഷൻ ടെമോയിലുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞത് തട്ടിപ്പായിരിക്കും, വെറുതെ പറയുന്നതായിരിക്കും. ഇനി അഥവാ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചോദിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ആ ഐറ്റംസ് ഒക്കെ കൃത്യം ഒരാഴ്ച കൊണ്ട് തന്നെ വീട്ടിൽ ഡെലിവറി ആയിട്ടിട്ട് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് പറ്റിപ്പാണെങ്കിൽ എല്ലാവരും മുമ്പിലും ചമ്മും. മാത്രമല്ല അവൾ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വേറെ ഓരോരുത്തരുടെ ഫോണിൽ നിന്ന് വേറെ ഞങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ടെമോന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവൾ വന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണല്ലോ, നമ്മളത് പിന്നാലെ വരും എന്നുള്ളത്. അപ്പോൾ ഇതിൽ അവൾ മെയിനായിട്ട് അവൾക്കുള്ള ബാഗ്, ഹെഡ്സെറ്റ്, വാച്ച് വെക്കുന്ന ബോക്സ് അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വെച്ചാൽ പിന്നീടാണ് ആ ടെമോയിൽ നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത് 1000 റിയാലിൻ്റെ മേലേക്കുള്ള സാധനങ്ങൾക്ക് ഓർഡർ ചെയ്ത് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ ചെറിയ എമൗണ്ടിൻ്റെ സാധനമാണ്. ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ്. എന്തായാലും ഫ്രീ കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി പറയുന്നത് പക്ഷെ എന്നാലും ആ ഫോട്ടോയിൽ കണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാഗും ഹെഡ്ഫോണൊക്കെ വന്നിട്ടുള്ളത്. ബ്ലൂടൂത്തിൻ്റെ ഒരു ഹെഡ്ഫോൺ, അതൊക്കെയാണ് അവൾ ഓർഡർ ചെയ്തത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, സംഭവം കിട്ടുന്നുള്ളത് ആണ്. പക്ഷെ കുറച്ചൊന്ന് മെനക്കെടണം, കുറച്ചൊരു ക്ഷമ വേണം. നമ്മൾ ഫ്രീ കിട്ടുന്നതാണല്ലോ, ആരും ഒന്നും വെറുതെ തരില്ലല്ലോ. അപ്പോൾ നമ്മളെ ഈ ലിങ്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുത്ത് അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. അവളെ ഓർഡർ വേഗം തന്നെ പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ന്യൂ യൂസറാണ്. അവൾ 2-3 പേർക്കാണ് ഇത് ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഇതിനു മുമ്പ് ഇങ്ങനെ ഇതൊന്നും ആക്സെപ്റ്റ് ഷെയർ ചെയ്യുകയൊന്നും ചെയ്യാത്തത് കാരണം എൻ്റെ ഫോണിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്നൊക്കെയാണ് അവൾ ചെയ്തത്. അപ്പോൾ 100 പോയിൻ്റാണ് വേണ്ടത്. അത് അവൾക്ക് വേഗം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് കുറേ അധികം പേർക്ക് അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് വരാൻ പോകുന്ന ഓർഡറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഡേറ്റും ട്രാക്കിങ്ങും ഐറ്റവും ഒക്കെ അവർ അതിൽ എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലിങ്ക് വഴി നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് നേരത്തെ ആരോ ഓർഡർ പ്ലേസ് ചെയ്തതിൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ 6 പോയിൻ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ 6 പോയിൻ്റ് അതുവഴി നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. 5 ഗിഫ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അതിൻ്റെ പ്രൈസും അത് ഫ്രീ ആണെന്നുള്ളതും അവരിതിലിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇതുവഴി 5 എണ്ണം ചൂസ് ചെയ്യാം. 30 മിനിറ്റാണ് നമുക്ക് ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ കിട്ടുന്ന സമയം. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് 5ഉം ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ലിങ്ക് ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കലാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കാൻ നമുക്ക് 24 hours ഉണ്ടാവും. ഈ 24 hours നമുക്ക് ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും ഇതുപോലത്തെ ലിങ്ക് വരും. നിങ്ങളെ ലിങ്ക് വഴി കയറുമ്പോൾ അവർക്കും ഇതുപോലെ സെലക്ട് ചെയ്ത് അവർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുന്ന പുതിയൊരു ടെമോ ഒന്ന് യൂസ് ചെയ്താത്ത ആളാണെങ്കിൽ നമ്മളെ ലിങ്ക് വഴി അവർ ടെമോ ഇൻസ്റ്റാൾ ചെയ്യും. അതുവഴി അവർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. ഓൾറെഡി ടെമോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചെറിയ പോയിന്റ് ആകും. പിന്നെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആളുകൾക്ക് ടെമോ കിട്ടൂല. ഇന്ത്യയിൽ ടെമോ അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ ഈ GCC കൺട്രീസിലും ഫോറിൻ കൺട്രീസിലും ബാക്കി എല്ലാ കൺട്രീസിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. GCC ആണ് എനിക്ക് മെയിനായിട്ട് അറിയുന്നത്. അപ്പോൾ നമ്മളിപ്പം ലൊക്കേഷൻ ബേസ്ഡ് ആണ് അവർ ഈ നമ്മളെ ലിങ്ക് ഷെയർ ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ഖത്തറിലുള്ള ആളുകളാണെങ്കിൽ ഖത്തറിലുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ. അവരത് മാത്രമേ അവരെ പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദുബായിലുള്ള ആളുകളാണെങ്കിൽ ദുബായിലുള്ള മാത്രം. അങ്ങനെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടാൻ. അപ്പോൾ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തുള്ള ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ടതെന്ന് വെച്ചാൽ ടെമോ യൂസ് ചെയ്യാത്ത ആളുകൾക്ക് അയച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാർകോഡ് കിട്ടും. അതുവഴി നമുക്ക് ഫ്രണ്ട്സുകളെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മളെ ഇപ്പം ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ലിങ്ക് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് അവർ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആ ഫോൺ വാങ്ങിയിട്ട് നമ്മളെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടും നമുക്ക് പോയിന്റ് കിട്ടും. പിന്നെ വെച്ചാൽ ആദ്യം പറയും ഇത് ടെമോൻ്റെ ഒരു പരസ്യമോ ഒന്നുമല്ല, എനിക്ക് ഫ്രീ കിട്ടി, അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ലിങ്ക് അയക്കുമ്പോഴും ലിങ്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളെടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. എനിക്കിതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ടെമുവിൻ്റെ പരസ്യം ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, ലിങ്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതേപോലെ ഇതിലിങ്ങനെ ഓരോ ടിക്ക് വരും, ഓരോന്നും നമുക്ക് പാക്ക് ചെയ്ത് ടിക്ക് വരും. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് കുറേ എനർജി പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ചെറിയ പിന്നെയും അടുത്ത ഫ്രീ ഗിഫ്റ്റിലേക്ക് പോകാനും കുറേ വൗച്ചറിൻ്റെ ഒക്കെ സ്ക്രീനിൽ ഇങ്ങനെ വരും. അതൊക്കെ നമുക്ക് അവിടെ തന്നെ ക്ലോസ് ചെയ്യാം, അതിലേക്കൊന്നും പോകണ്ട. പിന്നെ നമ്മളാകെ കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ എനർജി വരുന്ന പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത ഈ പിന്നെയും അടുത്ത ഗിഫ്റ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ അടുത്ത വൗച്ചറിലേക്ക് പോവുക, അതൊന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ട. അതൊക്കെ നമുക്ക് അവിടെ തന്നെ ക്ലോസ് ചെയ്യാം. ഓരോ ഐറ്റവും പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് ബോക്സിലാക്കി അത് ലോറിയിലാക്കി പോകുന്ന വീഡിയോ കിട്ടും. നമ്മൾ ലാസ്റ്റ് 5ാമത്തേത് ബോക്സിലാക്കി പാക്ക് ചെയ്ത് ലോറിയിൽ കയറ്റി പോകാനാണ് ടൈം എടുക്കാൻ. അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള പോയിൻ്റ്, നമുക്ക് എത്രയാണോ ബാക്കിയുള്ളത് അത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ പോയിൻ്റ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്ക് നമ്മളെ 4 ഗിഫ്റ്റ് അവർ പാക്ക് ചെയ്ത് അയച്ചു. ഇനി 5ാമത്താണ് അയക്കേണ്ടത്. 5ാമത്തെ അയക്കണമെങ്കിൽ ഇനി ഇതിൽ കാണുന്ന പോലെ 20 പോയിൻ്റ് വേണം. അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ യൂസേഴ്സിനാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ പോയിൻ്റ് കയറും. ഇനിയിപ്പോൾ ഓൾറെഡി ഈ ടെം യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ചെറിയ പോയിൻ്റാണ് വേണ്ടിയത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ യൂസേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ 1-2 ആൾക്കാർക്കേ വേണ്ടൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇനി 1 പോയിൻ്റ് വേണ്ടി ഉണ്ടാവുള്ളൂ. ആ ഒരു പോയിൻ്റിന് അവർ പിന്നെ 0.01 0.2 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് ഇൻസ്റ്റ വഴിയും അവർക്ക് ഷെയർ ചെയ്യാം ലിങ്ക്, പിന്നെ വാട്സപ്പ് വഴി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് ബാർകോഡും കിട്ടും, അതുവഴിയും നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ കാണുന്നുണ്ട് 0.1 ഒക്കെ ഇനി ആവശ്യമുള്ളൂ. അപ്പോൾ അത് അത്രയും ആ 100ൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ കുറേ വിൻഡോസൊക്കെ വരും, അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നത്, ഇത് ടെമുവിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ കുറേ റൂൾസും റെഗുലേഷൻസൊക്കെ ടെമു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യാം. ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് നോക്കുക. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം. എനിക്കിതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും അതുവഴി കയറണമെങ്കിൽ അങ്ങനെയും കയറാം. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ 0.1 എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇട്ടേച്ച് പോകാൻ തോന്നും. പക്ഷേ ഈ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ അത്രയും 100ലാക്കി കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് കൊടുത്ത് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. ടെമുവിൻ്റെ പ്രൊമോഷനല്ല, പിന്നെയും